topic normalization in DBMS. Normalization is a technique to remove data redundancy, insertion anomaly, update anomaly, and deletion anomaly. Normalization usually involves dividing large tables into smaller tables and defining relationship between them. ഒരു ഡാറ്റാബേസിൽ ഡാറ്റ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് നോർമലൈസേഷൻ. ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുക ഒരു സിസ്റ്റമാറ്റിക് രീതി കൂടിയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ ഒരു ടേബിളിനെ ഡിക്കമ്പോസ് ചെയ്ത് രണ്ട് ടേബിളാക്കിയതായി കാണാം. ഈ ഒരു മെത്തേഡാണ് നോർമലൈസേഷനിൽ ചെയ്യുന്നത്. ടേബിളുകളെ ചെറിയ ചെറിയ ടേബിളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഡാറ്റ ഇൻറ്റഗ്രിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. എവ്രി ടേബിൾ ഇൻ ദ ഡാറ്റാബേസ് ഹാസ് ടു ബി ഇൻ ദ നോർമൽ ഫോം. ഒരു ഡാറ്റാബേസിലെ എല്ലാ ടേബിളുകളും നോർമലൈസ് ഫോമിൽ ആയിരിക്കണം. ഒരു ഡാറ്റാബേസിലെ ടേബിൾ നോർമലൈസ്ഡ് ഫോമിൽ അല്ലെങ്കിൽ ഡാറ്റ റിഡൻഡൻസി, അതായത് ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകുകയും അത് പ്രധാനമായും ബാധിക്കുന്നത് ഡാറ്റാബേസ് കൈകാര്യം ചെയ്യുന്നതിനെയും അതുപോലെ അപ്ഡേറ്റ് ചെയ്യുന്നതിനെയുമാണ്. അതായത് ഡാറ്റാബേസിൻ്റെ ഹാൻഡ്ലിങ്ങും അതുപോലെ അപ്ഡേഷനെയുമാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അത് പ്രധാനമായിട്ട് ഒരു നോർമലൈസ് ഫോമിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്ന 3 പ്രോബ്ലംസാണ് ഇനി പറയാൻ പോകുന്നത്. അതിനാണ് നമ്മൾ പറയുന്നത് ഇൻസേർഷൻ അനോമലി, അപ്ഡേഷൻ അനോമലി ആൻഡ് ഡിലീഷൻ അനോമലി. ഈ പ്രശ്നങ്ങളെല്ലാം ഒരു ഡാറ്റ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. താഴെ കൊടുത്ത ടേബിൾ നോക്കുക നിങ്ങൾ. ആ ടേബിളിൽ പ്രധാനമായിട്ട് 4 ഫീൽഡാണ്: എംപ്ലോയ്മെൻറ്റ് ഐ ഡി, എംപ്ലോയ്മെൻറ്റ് നെയിം, എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ്, എംപ്ലോയ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതൊരു എംപ്ലോയി ടേബിളാണ്. ഇതിൽ ആദ്യത്തെ നമ്മൾ നോക്കാം ഇൻസേർഷൻ അനോമലി എന്താണെന്ന് നോക്കാം. Suppose a new employee joins the company who is under training and currently not assigned to any department, then we would not be able to insert the data into the table if employee department field does not allow null. ഒരു പുതുതായിട്ട് ഒരു ആൾ അപ്പോയിൻറ്റ് ചെയ്തു കമ്പനിയിൽ. പക്ഷെ അവന് ആദ്യമായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ട്രെയിനി ആയിട്ടാണ്. അപ്പോൾ ട്രെയിനി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താവും? നള്ളായി മാറും. അപ്പോൾ ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു നോർമലൈസ് ടേബിൾ വരുമ്പോൾ എന്താകാൻ പറ്റില്ല, നൾ വാല്യൂ കൊടുക്കാൻ പാടില്ല. അപ്പോൾ നോർമലൈസ് ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ ഇങ്ങനത്തെ ടേബിൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ ഡിക്കമ്പോസ് ചെയ്തിട്ട് ചെറിയ ടേബിൾ ആക്കിയിട്ട് നൾ വാല്യൂ അല്ലാത്ത രൂപത്തിലേക്ക് നമുക്ക് മാറ്റേണ്ടി വരും. രണ്ടാമത്തത് അപ്ഡേറ്റ് അനോമലി. We have 2 rows for employees B as belongs to department of the company. If we want to update the address of B, then we have to update the same in 2 rows or the data will become inconsistent എന്നാണ്. ഇപ്പോൾ ഇതിൽ ബി എന്ന് പറയുന്ന നെയിമുള്ള ആൾക്ക് 2 ഡിപ്പാർട്ട്മെൻറ്റ് അസൈൻ ചെയ്തിട്ടുണ്ട്. ഈ 101 ബി കാലിക്കറ്റ് D03 എന്ന് പറയുന്ന റോയിലെ ബിയുടെ അഡ്രസ്സിൽ സ്ട്രീറ്റിൽ എന്തെങ്കിലും അപ്ഡേഷൻ നടത്തിയാൽ അത് ബാക്കിയുള്ള എല്ലാ റോയിലും ബി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അപ്ഡേഷൻ നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്തായി മാറും? 2 സ്ഥലത്ത് 2 രീതിയിൽ കാണും. അത് എന്താവും? ഇൻകൺസിസ്റ്റൻറ്റിലേക്ക് വഴിവെളിക്കും. അതാണ് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ ഡിലീഷൻ അനോമലി. ഡിലീഷൻ അനോമലി എന്ന് പറയുന്നത് സപ്പോസ് ഇഫ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ദ കമ്പനി ക്ലോസസ് ദ ഡിപ്പാർട്ട്മെൻറ്റ് D05, then deleting the rows that are having employment department as D05 would also delete the information of employee C in he is assigned only to this department. ഇപ്പോൾ കമ്പനി ചില പ്രശ്നങ്ങൾ കൊണ്ട് D05 എന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിലേക്ക് അസൈൻ ചെയ്ത സി എന്ന് പറയുന്ന നെയിം ഉൾപ്പെടെയുള്ള ആളുടെ ഫുൾ ഡീറ്റെയിൽസ് എന്തായി പോവും? ഡിലീറ്റ് ആയി പോവും. പക്ഷേ കമ്പനി ഡിപ്പാർട്ട്മെൻറ്റ് ഒഴിവാക്കിയിട്ടുള്ളൂ, പക്ഷേ ആളെ ഒഴിവാക്കിയിട്ടില്ല, എംപ്ലോയിനെ ഒഴിവാക്കിയിട്ടില്ല, പക്ഷേ മൊത്തം ഡിലീറ്റ് ആയി പോകുന്നു. ഈ ഡാറ്റാബേസിൻ്റെ ടേബിളിനുള്ള പ്രശ്നമാണത്. അപ്പോൾ ഇത് ഒഴിവാക്കാനാണ് നമ്മൾ എന്തെങ്കിലും നോർമലൈസേഷൻ ചെയ്തത്. ഈ 3 പ്രശ്നങ്ങളും ഒരു നോർമലൈസ് ടേബിളിൽ ഉണ്ടായിരിക്കുകയില്ല. ഇപ്പം മുകളിൽ കൊടുത്ത ടേബിൾ നോർമലൈസ് ഫോമിലല്ല. കാരണം എന്താ? അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതില്ലാതാക്കാനാണ് എന്ത് ചെയ്യുന്നത്? നോർമലൈസ് ടേബിൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുന്നത്? ചെറിയ ചെറിയ ടേബിളിലേക്ക് ഡിക്കമ്പോസ് ചെയ്യണത്.
ഈ പ്രശ്നങ്ങളെല്ലാം ഒരു ഡാറ്റ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ടു ഓവർകം ദീസ് അനോമലീസ് വി നീഡ് ടു നോർമലൈസ് ദ ഡാറ്റ. ഡാറ്റ നോർമലൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതാണ് ഡാറ്റ നോർമലൈസേഷനും അതിൻ്റെ അനോമലീസും. ഇത് നോർമലൈസ്